യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിനെ കേൾക്കുകയും കർത്താവിൻ്റെ ഇടപെടൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതിലും അപ്പുറമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് കൂടുതലായി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക? നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമായ നമ്മളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിക്കുന്ന, സ്വന്തം മകനെ പോലും നമുക്ക് വേണ്ടി ബാക്കി വയ്ക്കാതെ നൽകിയ ദൈവത്തിൻ്റെ പരമമായ സ്നേഹത്തിൻ്റെ വിവിധങ്ങളായ അനുഭവത്തിലൂടെ നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്ന നമ്മുടെ കർത്താവിനെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ, നല്ല ദൈവത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ, അത് ഇവിടേക്ക് കടന്നു വരുന്ന എല്ലാ മക്കൾക്കും അത് സംലഭ്യമാക്കി നൽകുവാൻ ദൈവം തിരുവുള്ളമാകുന്നു എന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം. ദൈവത്തിൻ്റെ ജനം ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്നു. ഇന്ന് വളരെ ചൂടുള്ള, ഈ ദിവസങ്ങളൊക്കെ തന്നെ ചൂടുള്ള ദിവസങ്ങളാണ്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നമ്മൾ നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കണം എന്നതാണ്. ഒരുപക്ഷെ ബാഹ്യമായ ഈ ചൂട് നമ്മളൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്ന ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ദാഹത്തിൻ്റെ ബാഹ്യമായ പ്രതീകമായിട്ട് ഞാൻ കാണുകയാണ്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ പോലും നമുക്കറിയാം വളരെ അത്ഭുതകരമായ ഒരു കുളിർമ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ കരുതലിൻ്റെ തലോടലിൻ്റേതാണ്. ഞങ്ങളെ കാണുവാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ടോമച്ചൻ 546 ദിവസത്തെ തടവറവാസത്തിന് ശേഷം ഉഴുന്നാലിലച്ഛന് ഞങ്ങളെ കാണുവാൻ ബാംഗ്ലൂരിൽ വരികയുണ്ടായി. മെത്രാൻ സംഘം ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന വേളയിൽ പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞ സാക്ഷ്യം ഞങ്ങളെല്ലാവരെയും വളരെയേറെ സന്തോഷിപ്പിച്ചു. അതായത് കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെങ്കിലും ദൈവത്തെ മുഖാമുഖം കാണുവാനും ഓസ്തിയോ വീഞ്ഞോ ഒന്നുമില്ലാതിരുന്ന സാഹചര്യത്തിലും ആത്മീകമായ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും ചെലവഴിക്കുവാനായിട്ട് സ്നേഹം നിറഞ്ഞ ടോമച്ചന് കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. അത് ടോമച്ചൻ്റെ പ്രത്യേകമായ ഒരു നന്മയാണ് എന്ന് ഞാൻ അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും പറയില്ല. എന്നാൽ അദ്ദേഹത്തിനു വേണ്ടി കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ച ഓരോ മകനും മകളും ഒരു വലിയ സംരക്ഷണം തീർത്തുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ച് ബന്ധനത്തിലാക്കിയവർക്ക് പോലും മാനസാന്തരം ഉണ്ടാവത്തക്ക രീതിയിൽ 546 ദിവസത്തെ തടവറവാസത്തിന് ശേഷം അദ്ദേഹം പുറത്തു വന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്കിതൊരു വലിയ സാക്ഷ്യമാണ്. എന്തിൻ്റെ സാക്ഷ്യമാണ്? തടവറയിൽ നിന്ന് വിടുതലാക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യം മാത്രമല്ല, മറിച്ച് ദൈവത്തിന്, നമ്മുടെ കർത്താവിന് ഒരു ഇടവും അന്യമല്ല എന്നതാണ്. എവിടേക്കും അവിടത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും. നമ്മളുടെ സ്വകാര്യമായ ജീവിതമായിക്കൊള്ളട്ടെ, ഇനി ഭൗതികമായ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഗുഹകളായിക്കൊള്ളട്ടെ, കടന്നു ചെല്ലുവാൻ സാധിക്കാത്ത ഇടമാവട്ടെ, എല്ലായിടത്തും കടന്നു വരുവാൻ കഴിയുന്ന നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യമാണ്. അതാണ് നമുക്ക് ശക്തി പകരുന്നത്. ഓരോ മനുഷ്യർക്കും അത്ഭുതം തോന്നുന്ന ഒരു കാര്യം ഇതുതന്നെയാണ്. അതായത് ഒരു ക്രൈസ്തവ സഹോദരന്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മകന്, അവന് വിഭിന്നനായിട്ട് ജീവിക്കുവാൻ കഴിയും എന്നുള്ളത്. നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പേ കേട്ടതാണ്. 23 ചെറുപ്പക്കാർ കോപ്റ്റിക് സഭയിലെ, അതായത് ആദിമസഭയിലെ വളരെ ശക്തമായ ഒരു ക്രിസ്തീയ കൂട്ടായ്മ ഉണ്ടായിരുന്നത് ഈ അലക്സാണ്ട്രിയൻ സഭയിലാണ്. ആ കോപ്റ്റിക് എത്യോപ്യൻ സഭകളെന്ന് നമ്മൾ പറയുന്ന ആ സഭാവിഭാഗങ്ങൾ, അവിടുത്തെ 23 ചെറുപ്പക്കാർ കഴുത്തറുത്ത് അവരുടെ രക്തം ആ കടലിലേക്ക് ചാർത്തുമ്പോഴും ചേർത്ത് വെക്കുമ്പോഴും
അവരാരും യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ചില്ല. എന്നു മാത്രമല്ല, അവരുടെ ഭാര്യമാരും അമ്മമാരും പറഞ്ഞതായ സാക്ഷ്യം നമ്മളെല്ലാവരെയും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശക്തിപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ആ അനന്യത നമ്മളെ കുറെ കൂടി ഊട്ടിയുറപ്പിക്കുകയാണ്. എന്താണ് ആ മാതാപിതാക്കൾ, ആ അമ്മമാർ 23, 24, 30, 40 വയസ്സൊക്കെ ഉള്ളതായ തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നുള്ള ഒരേ ഒരു കുറ്റത്തിന് അവരുടെ കഴുത്തിലേക്ക് കുരിശ് ഇറക്കി വെച്ച്, കുരിശിൻ്റെ അതിൻ്റെ തടി നാമ്പുകൾ അങ്ങനെ കൂർപ്പിച്ച് അവരുടെ നാവിലേക്ക് വെച്ച് ഇറക്കി അവരെ കൊല്ലുമ്പോൾ അവരാരും യേശുവിനെ മറുത്തു പറഞ്ഞില്ല. അവർ പറഞ്ഞത് എന്താണ്? അവരുടെ മാതാപിതാക്കൾ പറഞ്ഞ്, അവരുടെ ഭാര്യമാർ, യേശുവിനെ ഉപേക്ഷിച്ച ഒരു നാവുള്ള ശിരസുമായി എൻ്റെ ഭർത്താവ് എൻ്റെ വീട്ടിൽ വന്നില്ലല്ലോ, യേശുവിനെ ഉപേക്ഷിച്ച് നാവുള്ള ഒരു തലയുമായി എൻ്റെ കുഞ്ഞ് എൻ്റെ വീട്ടിൽ പ്രവേശിച്ചില്ലല്ലോ എന്നാണ് അവർ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇതല്ലേ നമുക്ക് ഏറ്റവും വലിയ സാക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ക്രൈസ്തവനെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ യഥാർത്ഥമായി നങ്കൂരമിട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഭയവുമില്ല. എന്തെല്ലാം പുറത്തു നടന്നാലും, എന്തെല്ലാം കാര്യങ്ങളുണ്ടായാലും അവനെ ബലപ്പെടുത്തുന്ന ഒരു വലിയ കാര്യമുണ്ട്. അതാണ് തൻ്റെ പ്രിയപ്പെട്ട മകനെ നൽകിയ ദൈവത്തിൻ്റെ സ്നേഹം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഇടമുണ്ട്. എല്ലാവർക്കും, തന്നെ ഉപേക്ഷിക്കുന്നവർക്കും തന്നെ വെറുക്കുന്നവർക്കും അതുപോലെ തന്നെ തനിക്കെതിരെ ശബ്ദിക്കുന്നവർക്കുമെല്ലാം. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ദൈവചിന്തകളും ദൈവസങ്കല്പങ്ങളും വളരെ വളരെ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവത്തിൻ്റെ പേരിൽ സ്നേഹം മാത്രമായ, സ്നേഹത്തിൻ്റെ മൂർത്തീഭാവമായ, എല്ലാവരെയും സ്നേഹത്തിലേക്ക് ആകർഷിക്കുന്നതായ, എല്ലാവർക്കും ജീവിക്കുവാനുള്ള സർവ്വതും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കി കൊടുത്തവനായ, ഇടം നൽകിയവനായ ദൈവത്തിൻ്റെ പേരിൽ സഹോദരങ്ങളെ നിഗ്രഹിക്കുന്നു, സഹോദരങ്ങളെ വെറുക്കുന്നു, സഹോദരങ്ങളെ ഏതെങ്കിലും തരത്തിൽ കൊന്ന് മറയത്ത് എറിയുന്നു. നമുക്കറിയാം ഇതെന്തിൻ്റെ പേരിലാണ്. ഇവിടെയാണ് നമുക്കുണ്ടാവേണ്ടതായ ഒരു വലിയ സ്വാതന്ത്ര്യം, നമുക്കുണ്ടാവേണ്ടതായ യേശുക്രിസ്തു നമുക്ക് നൽകുന്ന ആ സ്നേഹത്തിൻ്റെ ദൈവീകമായ അനുഭവം. സ്നേഹമുള്ള സഹോദരങ്ങളെ, നാം ദൈവത്തെ സംരക്ഷിക്കുവാനായിട്ട് പുറപ്പെടുന്നവരാണെങ്കിൽ അതെങ്ങനെയാണ് ദൈവമാവുന്നത്? നമ്മളെ സംരക്ഷിക്കേണ്ട ദൈവം, ആ ദൈവത്തെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണെങ്കിൽ നാം സത്യത്തിൽ കൂപമണ്ഡൂപങ്ങളാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും വേണ്ട. കുളത്തിലെ തവളകളെ പോലെയാണ് നമുക്ക്. ആയതിനാൽ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ആ വലിയ വിടുതലിൻ്റെ സന്ദേശം, ഈ അവസരം മറ്റൊന്നിനുമല്ല, സഹോദരങ്ങളെ തമ്മിൽ പ്രിയപ്പെടുവാൻ, ദൈവവുമായുള്ള ബന്ധം അരക്കിട്ടുറപ്പിക്കുവാൻ, നമ്മളുടെ ശരീരത്തെ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു തിരുമുൽക്കാഴ്ചയായി അവൻ്റെ തിരുമുമ്പിൽ വയ്ക്കുവാൻ. നാം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്കായിട്ടല്ലേ, സാധിക്കുന്നവരൊക്കെ കുർബാനയ്ക്കായിട്ട് കടന്നു വരുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ളതായ നാളുകളിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നാം യഥാർത്ഥത്തിൽ ഈ അപ്പത്തോടൊപ്പം ഈ വീഞ്ഞിനോടൊപ്പം സമർപ്പിക്കേണ്ടത് നമ്മുടെ ജീവിതങ്ങളെയാണ്. നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു ഭാരങ്ങൾ, സന്തോഷങ്ങൾ, ദുഃഖങ്ങൾ, നെടുവീർപ്പുകൾ, രോഗങ്ങൾ, ഭാരങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം അല്ലേ നമ്മൾ. ആയതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത്. കർത്താവ് നമ്മുടെ പാദങ്ങൾ കഴുകുന്നത്, തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത് എന്തിനാണ്? അത് വെറുതെ ഒരു താഴ്മയുടെ ശുശ്രൂഷ കാണിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, അത് അതിനകത്തിലുണ്ട്. പക്ഷേ വളരെ പ്രധാനമായിട്ടുള്ളത് നിൻ്റെയും എൻ്റെയും ജീവിതത്തിൽ സംഭവിക്കുന്ന സർവ്വസാധനങ്ങളും സർവ്വകാര്യങ്ങളും അതിന് രക്ഷാകരമായ ഒരു അനുഭവമുണ്ട് എന്നാണ്. അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ, അവൻ നമ്മളെ കഴുകുമ്പോൾ അതെല്ലാം രക്ഷാകരമാകുന്നു. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ ഒരനുഭവം പോലും, പ്രിയപ്പെട്ടവരെ, എത്രമാത്രം വിഷമം നിറഞ്ഞതാണെങ്കിലും, എത്രമാത്രം ദുഃഖം നിറഞ്ഞതാണെങ്കിലും, ഒരു പക്ഷെങ്കിൽ നമ്മൾ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്
മറുതലിച്ച് ജീവിക്കുന്നവരാണ് എങ്കിൽ പോലും അതെല്ലാം ദൈവം അനുഗ്രഹത്തിൻ്റെ കൃപയുടെ അനുഭവങ്ങളാക്കി തീർക്കുവാൻ അവിടുന്ന് അത് നഷ്ടപ്പെടാതെ നമ്മളോട് ചോദിക്കുകയാണ്. നമ്മൾ അങ്ങനെയാണ് ഒരു സ്നേഹ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ധ്യാനം പറഞ്ഞ നമ്മുടെ അഭിമന്യനായ തോമസ് തറയിൽ തിരുമേനി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാൻ അഭിമന്യ പിതാവ് തൻ്റെ ധ്യാനം ഞങ്ങൾക്കായിട്ട് നൽകിയത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതായ ഒരു സ്ത്രീ അവളുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ കൊല്ലപ്പെടുവാനായിട്ട് എല്ലാ തരത്തിലും യോഗ്യയാണ്, അർഹയാണ്. കല്ലെറിഞ്ഞാണ് അവളെ കൊല്ലേണ്ടത്. പക്ഷേ അവർ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ചോദിച്ചു, ഇവളെ എന്ത് ചെയ്യണം കർത്താവ്? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. കർത്താവ് ഒന്നും പറയാതെ അവിടെ ഇരുന്ന് എഴുതുകയാണ്. വീണ്ടും അവർ നിർബന്ധിച്ചപ്പോൾ കർത്താവ് തല ഉയർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന്. അതിനുശേഷം അവരെല്ലാം പോയി. അപ്പോൾ കർത്താവ് അവളോട് ചോദിക്കുന്നു, സ്ത്രീയെ, ആരും നിന്നെ വിധിച്ചില്ലേ? ആരും നിന്നെ വിധിച്ചില്ലേ? വിധിച്ചില്ല, ഞാനും നിന്നെ വിധിക്കുന്നില്ല. വിധിക്കാനായിട്ട് എല്ലാ അവകാശവും ഉണ്ടായിരുന്ന ആ കർത്താവ് അവളെ നോക്കിക്കൊണ്ട് പറയുന്നു, നിന്നെ ഞാനും വിധിക്കുന്നില്ല. സ്വാതന്ത്ര്യത്തിൻ്റെ സ്വരം രക്ഷകൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുകയാണ്. നിന്നെ ഞാൻ വിധിക്കുന്നില്ല, നീ ഇനിയും പാപം ചെയ്യരുത്, സമാധാനത്തോടെ നീ പോകുക എന്ന്. സ്നേഹ സഹോദരങ്ങളെ, സ്നേഹം അനുഭവിക്കുമ്പോൾ മാത്രമേ തിന്മയെ ചെറുക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഞാൻ കുഞ്ഞുനാളിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ കേട്ട ഒരു കഥ നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആ കാലങ്ങളിൽ നമ്മുടെ കുട്ടനാടൻ പ്രദേശങ്ങളിൽ ഇപ്പോൾ കൃഷിയൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. പക്ഷേ പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല. വീട്ടിലുള്ള എല്ലാവരും കൃഷിയിൽ അങ്ങ് ഏർപ്പെടുകയാണ്. അന്ന് കൊയ്യാനായിട്ട് മെഷീനില്ല. അന്ന് കാളയെ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. നിലം ഉഴുതുന്നതും വിത്ത് വിതയ്ക്കുന്നതും ഞാറ് പറിച്ച് നടുന്നതും എല്ലാം. ഒരു കുടുംബത്തിലെ കഥയാണിത്. ആ കുടുംബത്തിൽ അപ്പനും അമ്മയും സഹോദരങ്ങളും. പക്ഷേ ഒരു മകൻ പഠിക്കാൻ നല്ല മിടുക്കനാണ്, ഇളയ സഹോദരൻ. ബാക്കി എല്ലാവരും മിടുക്കരാണ്, പക്ഷേ അവരെല്ലാം അപ്പനോടുകൂടി കൃഷിയിലാണ്. അവൻ നല്ല മാർക്കോടുകൂടി 10ാം ക്ലാസ് പാസ്സായപ്പോൾ അവനെ കോളേജിലേക്ക് അയക്കുവാൻ അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ കൂടി തീരുമാനിച്ചു. നീയെങ്കിലും പഠിക്കണം, നീ കോളേജ് വിദ്യാഭ്യാസം പഠിച്ച് നീ വലിയ നിലയിലേക്കൊക്കെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കോളേജിൽ കൊണ്ടുപോയി ചേർത്തു. അന്ന് +1 +2 ഒന്നും ഇല്ലാത്ത കാലമാണ്. എല്ലാം പ്രീ ഡിഗ്രിയും PUCയും ഒക്കെയുള്ള കാലമാണ്. അപ്പോൾ ഒരു ദിവസം അവൻ്റെ അപ്പൻ ഒരു എഴുത്തെഴുതുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വന്ന് എന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകണം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. കോളേജിൽ കൂട്ടുകാരെ, നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ ഉഴപ്പുന്ന ഒരു കാലഘട്ടമാണ് 11, 12 എന്നൊക്കെ പറയാം. എന്ന് പറഞ്ഞാൽ അവരുടെ കുഴപ്പം കൊണ്ടല്ല, അവരുടെ പ്രായത്തിൻ്റേതായ പല പ്രത്യേകതകളും അവർ മനസ്സിലാക്കി വരുമ്പോൾ അവരുടെ ശരീരത്തിൽ തന്നെ പല വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ചരിക്കാറുണ്ട്. ഇപ്പോൾ അത് വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് ഈ മൊബൈൽ പോലുള്ള സാധനമൊക്കെ ഉള്ളതുകൊണ്ട് അത് വളരെ കൂടുതലാണ്. എന്തുമാവട്ടെ, ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഈ കുഞ്ഞ് അവൻ അപ്പൻ എഴുതിയ എഴുത്താണ്. അവൻ്റെ കൂട്ടുകാർ കൂടി സിനിമ കാണാനും എന്ന് വേണ്ട മറ്റ് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതിനുമൊക്കെ ഇവനെ മറ്റുള്ളവർ നിർബന്ധിക്കുകയാണ്. അത് സഹിക്കാൻ വയ്യാതാണ് ഈ കുഞ്ഞ് ഇത് ഇങ്ങനെ എഴുതിയത്. അപ്പോൾ അപ്പൻ അമ്മയും കൂടി ഒരു ഫോട്ടോ എടുത്ത് ഇവനെ അയച്ചു കൊടുക്കുകയാണ്. ആ ഫോട്ടോ എന്ന് പറയുന്നത് അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാം നല്ല നട്ടുച്ച വെയിലത്ത് പണി ചെയ്യുന്നതിൻ്റെ ഒരു പടമാണ്. അവരുടെയൊക്കെ ശരീരത്തിൽ നിന്ന് ഇറ്റിറ്റായിട്ട് വീഴുന്ന വിയർപ്പ് കണങ്ങൾ, കയ്യിലും കാലിലും എല്ലാം ചെളി പുരണ്ടതായ ആ അനുഭവം, സൂര്യൻ്റെ വലിയ ആ ചൂട് അനുഭവവേദ്യമാകുന്ന ഒരു ചിത്രം. എന്നിട്ട് അപ്പൻ ഇത്ര എഴുതി, നീ ഈ ചിത്രം കണ്ടിട്ട്
നിനക്ക് കൂട്ടുകാരോടുകൂടി ഉഴപ്പാനായിട്ട് സാധിക്കുമെങ്കിൽ മോനെ, നിന്നെ ഞാനല്ല ആര് വന്ന് സഹായിച്ചാലും സഹായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഈ ചിത്രത്തെ മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവൻ്റെ കൂട്ടുകാരവനെ വിളിച്ച് സിനിമയ്ക്ക് പോകാനായിട്ടുമൊക്കെ നിർബന്ധിച്ചപ്പോൾ അവൻ ചോദിച്ചു, ആ പടം കണ്ടോ? ഈ പടം കണ്ടിട്ട് എനിക്കിനി തിരിച്ചു വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. നിങ്ങളുടെ കൂടെ വരാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുക. എനിക്കങ്ങനെ ഞാനിവിടെ വന്ന് പഠിച്ച് എൻ്റെ കുടുംബത്തിന് ഒരു അത്താണിയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാരം, ഇതുപോലുള്ള അനേകം കഥകൾ നിങ്ങൾക്ക് പറയാനുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്തു പോകുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സ്നേഹം തിരിച്ചറിയപ്പെട്ടിട്ടില്ല. സ്നേഹിക്കുന്ന ഒരാളെ നമുക്ക് എങ്ങനെ വേദനിപ്പിക്കാൻ സാധിക്കും? സ്നേഹിക്കുന്ന ഒരാളെ നമുക്കൊരിക്കലും വേദനിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആയതുകൊണ്ട് ദൈവസ്നേഹത്തെക്കുറിച്ച് യഥാർത്ഥത്തിലുള്ളതായ അവബോധം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ സ്വതന്ത്രരാണ്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ അവളുടെ ജീവിതത്തിൽ ആദ്യമായി അവൾ സ്നേഹം അനുഭവിക്കുകയാണ്. അവളെ കണ്ടിരുന്നവരെല്ലാം കണ്ടുകൊണ്ടിരുന്നത് അവരുടെ ആസക്തിയുടെ ഒരു വിഷയമായിട്ടാണ്. അവരുടെ ആസക്തികൾക്ക് സംതൃപ്തി നൽകുന്ന ഒരു വ്യക്തിയായിട്ടാണ് അവളെ അവർ കണ്ടിരുന്നത്, അല്ലാതൊന്നുമല്ല. അവളുടെ സൗന്ദര്യവും അവളുടെ ആകാരവും അവളുടെ എല്ലാം. പക്ഷേ ഇന്ന് അവൾ വേറൊരാളെ കണ്ടുമുട്ടുകയാണ്. അവളോടൊന്നും ചോദിക്കുന്നില്ല, അവളിൽ നിന്നൊന്നും വേണ്ടാത്തതായ ഒരാൾ, എന്നാൽ അവളെ അവൾക്ക് വേണ്ടി സ്നേഹിക്കുന്ന ഒരു ഗുരുനാഥൻ. നമുക്കറിയാം, നമ്മളുടെ ചില പാരമ്പര്യമനുസരിച്ച് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഉത്ഥാനത്തിൻ്റെ മഹാരഹസ്യം വെളിപ്പെടുത്തിയത് ഈ സ്ത്രീക്കാണെന്ന് പറയുന്ന വ്യാഖ്യാനക്കാരുണ്ട്. അങ്ങനെ അല്ലാത്തതും പറയുന്നുണ്ട്. അതെന്തുമാവട്ടെ, പക്ഷേ ഇങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ മഹാനന്മ അത് ആദ്യമായിട്ട് പ്രഘോഷിക്കാനായിട്ട് ദൈവം വിളിച്ചു ചേർത്തത് കല്ലെറിയപ്പെട്ട് മണ്ണോട് മണ്ണടിഞ്ഞ് എല്ലാവരാലും അഭിശപ്തയായിട്ട് കണക്കാക്കപ്പെട്ട് ഒരു ഭാരമായി, നിന്നയായി, ചവറായി, ചപ്പായി മാറിയതായ ഈ പ്രിയപ്പെട്ട കുഞ്ഞിനെ ദൈവം എടുക്കുകയാണ്. കണ്ടോ, സ്നേഹത്തിൽ നിന്ന് മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് നന്മ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എനിക്കതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോടെല്ലാം പറയാനുള്ളത്, നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും ഈ കാര്യം നമുക്കുണ്ടാവണം. നാം ഒരാളെ വെറുക്കുമ്പോൾ, നാം ഒരാൾക്കെതിരായി സംസാരിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ തന്നെയാണ് മോശക്കാരാകുന്നത്. നമ്മളുടെ ഉള്ളിലെ നന്മയാണ് വറ്റിപ്പോകുന്നത്. ഇന്ന് ഈ വാട്സപ്പും മറ്റേ ആപ്പും എല്ലാം ഉണ്ടല്ലോ, അതിനകത്തിലെല്ലാം നമ്മൾ ഒരുപക്ഷെങ്കിൽ ബഹുഭൂരിപക്ഷം കാണുന്നത് തിന്മ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അസത്യം പറയുന്നതിന്, തൻ്റെ മനസ്സിൽ തോന്നുന്നതൊക്കെ എഴുതി വിടുന്നതിന്. ആരോടാണ്? സ്നേഹമുള്ളവരെ, നാം നമ്മളുടെ സഹോദരങ്ങൾക്ക് നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കിയുള്ള വിരലുകളെല്ലാം നമ്മളുടെ നേർക്കാണ് ചൂണ്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. നാം നമ്മുടെ പ്രശ്നങ്ങളാണ് പറയുന്നത്, നാം നമ്മളുടെ വിഷയങ്ങളാണ് സത്യത്തിൽ എഴുതുന്നത്. നാം എപ്പോഴും വിചാരിക്കുന്നത് മറ്റുള്ളവരുടെ വിഷയങ്ങളാണ്. ഇന്ന് ഞാൻ വിശുദ്ധ വചനം വായിച്ചത് ജോസഫിനെ അവൻ്റെ സഹോദരങ്ങൾ കാരണമില്ലാതെ വെറുക്കുന്നതിനാണ്. എന്ന് പറഞ്ഞാൽ, പൂർവ്വ യൗസേപ്പ് ദൈവം അവന് ചില കഴിവുകളൊക്കെ കൊടുത്തു, സ്വപ്നം വ്യാഖ്യാനിക്കുവാനായിട്ട് അങ്ങനെയൊക്കെയുള്ള കഴിവുകളൊക്കെ കൊടുത്തു. പക്ഷേ അവൻ്റെ സഹോദരങ്ങൾ അവനെതിരെ പെറുപെറുക്കുകയാണ്. അവൻ എന്ത് ചെയ്തിട്ടാണ് എന്ന് മാത്രമല്ല, സ്വന്തം രക്തത്തെ അവർ പൊട്ടക്കിണറ്റിലിട്ട് കൊല്ലാനായിട്ട് അവർ പരിശ്രമിക്കുകയാണ്. ഭാഗ്യത്തിന് അതുവഴി കടന്നുപോയ മെതിയാൻകാർ, കച്ചവടക്കാർ, അവർക്ക് ഇവനെ വിറ്റ് അവർ പൈസയും കൊണ്ട് അവർ പോവുകയാണ്. കാരണമില്ലാതെ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു.
അവരുടെ അപ്പനാണ് സത്യത്തിൽ ഈ കുഞ്ഞിനെ കൂടുതൽ സ്നേഹിച്ചത്. അപ്പൻ്റെ പ്രശ്നമാണ് അത്, അല്ലാതെ ഈ കുഞ്ഞിൻ്റെ കുഴപ്പമാണോ? അപ്പൻ ഇവനോടൊരു കൂടുതൽ ഇഷ്ടം തോന്നി എന്നത് അതൊരു തെറ്റാണോ? നമ്മളെല്ലാം പറയും നമ്മളെ കുഞ്ഞുങ്ങളെല്ലാം ഒരുപോലെ സ്നേഹിക്കണമെന്ന്. ആർക്കും അങ്ങനെ ഒരുപോലെ സ്നേഹിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ അതേസമയം തന്നെ എല്ലാവർക്കും അർഹതപ്പെട്ടത് ലഭിക്കുകയും ചെയ്യും. അതാണ് ഈ ലോകത്തിലുള്ള എല്ലാ മരങ്ങളും ഒരുപോലെയാണ്? അല്ല. നമ്മുടെ വീട്ടിലെ മക്കളെല്ലാം ഒരുപോലെയാണ്? അല്ല. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരേക്കും ആവശ്യമായ അല്ലെ അവരെ വളർത്തിയെടുക്കേണ്ടതായ രീതിയിൽ വേണ്ട എല്ലാ നന്മകളും കൊടുക്കുവാൻ സാധിക്കും. പക്ഷേ ഈ സഹോദരങ്ങൾ സത്യത്തിൽ യാക്കോബിൻ്റെ മക്കൾ വെറുത്തത് സത്യത്തിൽ യാക്കോബിനെയാണ്, അപ്പനെയാണ്, അല്ലാതെ ഈ യോസഫിനെ അല്ല. അവരത് തിരിച്ചറിയുന്നില്ല. നമ്മളും ഇതുപോലെയാണ്. പലപ്പോഴും കാരണമില്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ മേൽ കുറ്റങ്ങൾ ആരോപിച്ച് അവരെ തെറ്റുകാരായിട്ട് നമ്മൾ മുദ്രയടിക്കുന്നതായ ഒരവസ്ഥ. അപ്പോൾ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഞാൻ നമ്മുടെ വിശുദ്ധ കുർബാനയുടെ കാര്യവുമായിട്ടാണ് ബന്ധപ്പെടുത്തി. നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് നമ്മളെ തന്നെ ആയിരിക്കണം എന്നതാണ്. നമുക്ക് കൂടുതൽ ശ്രേഷ്ഠമായിട്ട് തമ്പുരാൻ്റെ അടുക്കൽ സമർപ്പിക്കുവാൻ കഴിയുക, അതല്ലേ നമുക്ക് കൊടുക്കാൻ കഴിയുക. അതാണ് നമ്മൾ ചെയ്യേണ്ടതായ കാര്യം. നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ പ്രിയപ്പെടണം. സഹോദരങ്ങളെ വെറുത്തിട്ട് നമുക്ക് എങ്ങനെ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും? ഒരിക്കലും സാധിക്കത്തില്ല. നിൻ്റെ സഹോദരന് നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടുവാനായിട്ട് നിൻ്റെ സഹോദരൻ എന്തെങ്കിലും അല്ലെങ്കിൽ നിന്നോടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ഫലദായകമാകുന്നത് നമ്മുടെ സഹോദരങ്ങളോട് യഥാർത്ഥത്തിൽ നമ്മൾ ക്ഷമ കാണിച്ചുകൊണ്ടാണ്, ക്ഷമ കൊടുത്തുകൊണ്ടാണ്. എന്തുകൊണ്ട് നമുക്ക് ക്ഷമിച്ചുകൂടാ? പലപ്പോഴും നമ്മൾ പിടിച്ച ഞാവള്ളിയിൽ നമ്മൾ മുറുകിയിരിക്കുകയാണ്. എല്ലാം ഉണ്ട്. പ്രത്യേകിച്ചും സമ്പന്നരായ മനുഷ്യരുടെ ഇടയിലും പാവപ്പെട്ടവരുടെ ഇടയിലും സഹോദരങ്ങളെ വെറുക്കുന്നതായ, സഹോദരങ്ങളെ തമ്മിൽ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത തലത്തിൽ അത് നമുക്ക് ചേരുന്നതല്ലല്ലോ. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ സ്നേഹം ഭവനത്തിലാണ് ആരംഭിക്കുന്നത്. നമ്മുടെ കുടുംബാംഗങ്ങളോട് നമുക്കൊരു സ്നേഹം വേണം. ദൈവം എനിക്ക് തന്ന ഒരു വ്യക്തിയാണ് എൻ്റെ സഹോദരൻ. അവൻ ലോകത്തിലെ ഏറ്റവും വലിയ മിടുക്കനോ ജ്ഞാനിയോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ല ധർമ്മനിഷ്ഠയോടുകൂടി ചെയ്യുന്നവനോ ഒന്നും ആകണമെന്നില്ല. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളുടേതായ കുരിശുകളുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷെ അത് താങ്ങാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഈ സഹോദരൻ്റെ കുറവുകളും ഈ സഹോദരൻ്റെ ഇല്ലായ്മയും നീ ചുമലിലേറ്റിക്കൊണ്ട് സഹോദരൻ്റെ കാവൽക്കാരനായിട്ട് തന്നെ നീ വളരേണ്ടതാണ്. കാരണം ദൈവത്തിൻ്റെ ഉദ്ദേശം അവനെ ശരിയാക്കുക മാത്രമല്ല, നിന്നെയും അവൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നാണ്. നമ്മളെല്ലാം ചിന്തിച്ചു പോകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഈ പ്രസംഗമൊക്കെ എൻ്റെ വീട്ടിലിരിക്കുന്ന ഭർത്താവ് ഒന്ന് കേട്ടിരുന്നെങ്കിൽ, എൻ്റെ ഭാര്യ ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. അതല്ല ശരി. കേൾക്കുന്നത് നല്ലതാണ്. എന്നാൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം ഇത് നമ്മളുടെയും കൂടി ശുദ്ധീകരണത്തിനാണ്. ഇവിടെ കേൾക്കുന്ന വചനം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെയും അനുഭവത്തിൽ നമ്മൾ മുന്നേറണം എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഉപവാസം ദൈവത്തോട് അടുത്ത് വസിക്കുന്ന സമയമാണ്. നമ്മുടെ സഹോദരങ്ങളുമായിട്ടൊക്കെ പ്രിയപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ദൈവത്തോട് ഏറ്റവും അടുത്ത സ്നേഹബന്ധം നമുക്കുണ്ടാവും. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ദൈവം അങ്ങ് അകലങ്ങളിലിരിക്കുന്ന ഒരു ദൈവമല്ല, നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ ദൈവമാണ്. ഞാൻ ആ ടോമച്ചൻ്റെ കാര്യം പറഞ്ഞില്ലേ, സ്വന്തം വേറെ ആർക്കും അവിടെ വരാൻ പറ്റി? ആർക്കും അവിടെ ചെന്നെത്താൻ പറ്റത്തില്ല. സ്വന്തം സഹോദരങ്ങളെ അല്ലെ ബാക്കിയുള്ളവരൊക്കെ വെറും മറ്റ് സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ കൂട്ടത്തിലായിരിക്കുവാൻ കഴിയുമോ? എമ്മാനുവേൽ എന്നുള്ള പേര് അവിടുന്ന് എടുത്തത് വെറുതെയല്ല, കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നീ എവിടെ ആയിരിക്കുന്നോ അവിടെയാണ് ദൈവം. ഇത്രയും നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്കെങ്ങനെയാണ്
മറുതലിച്ച് അവനെ കണ്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുക. നമുക്കത് സാധിക്കില്ല. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സുവിശേഷ പ്രഘോഷണ ഇടമായിട്ട്, ജീവിതങ്ങളായിട്ട് നമ്മുടെ ജീവിതം തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും ഞാൻ നേരുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക വാത്സല്യവും മധ്യസ്ഥതയും ഞാൻ നിങ്ങൾക്കായിട്ട് നേരുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഗീവർഗീസ് സഹോദായിയുടെയും. നമുക്കൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യത്തോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാർക്കും അതുപോലെ തന്നെ നീ നൽകിയതായ നൽവരങ്ങൾ പ്രിയപ്പെട്ട സാബു ബ്രദറിനും മറ്റെല്ലാവർക്കുമുള്ള നൽവരങ്ങളോടും ചേർത്ത് ബലഹീനനായ ഞാൻ നിൻ്റെ ഈ മക്കളെ എല്ലാവരെയും നിൻ്റെ സ്നേഹത്തിലും കൃപയിലും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. സിസ്റ്ററിന്റെ പേരെന്താ? ജിജി. വീട് എവിടെയാ? വീട് കുട്ടനാട്ടിലെ കൊടുപ്പുന എന്ന സ്ഥലത്ത്. ഇതെന്തിനാ കോളർ വെച്ചിരിക്കുന്നത്? ഇവിടുത്തെ ഡിസ്ക് തെന്നി മാറിയെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ പെടലി വേദനയായിരുന്നു. അപ്പം ഞാൻ കർത്താവ് സൗഖ്യം തരുന്ന വിശ്വാസമുണ്ടോ? എടുത്തോ, അഴിച്ചോ, കോളർ എടുത്തോ. ഞാൻ എൻ്റെ കൈ കൊണ്ട് ഇവിടെ ഒന്ന് തട്ടാൻ പോവാ. കുഴപ്പമില്ലല്ലോ. ഇങ്ങോട്ട് നോക്കിയേ സിസ്റ്ററെ, ഇങ്ങോട്ട് നോക്കിയേ, എന്നെ നോക്കിയേ. സൗഖ്യം തരുമോ കർത്താവ്? തന്നു കഴിഞ്ഞല്ലോ അല്ലേ? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കണ്ണ് തുറന്നോ, കണ്ണ് തുറന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആമേൻ. കഴുത്ത് തിരിച്ചേ, തിരിയട്ടെ അങ്ങോട്ട്, അങ്ങോട്ട് തിരിച്ചോ. കഴുത്ത് തിരിയട്ടെ, ഇങ്ങനെ ഇങ്ങനെ തിരിക്കേ, ഇങ്ങനെ രണ്ട് സെറ്റൊക്കെ തിരിയട്ടെ അങ്ങോട്ട്, അപ്പുറത്തോട്ട് തിരിയട്ടെ. മുന്നോട്ട് വെച്ചേ, അങ്ങോട്ട് കുഞ്ഞെ പുറകോട്ട് വെച്ചേ കഴുത്ത്. ആ ഹല്ലേലൂയ. ഇനി നേരെ താഴ്ത്ത് തന്നേ, പുറകോട്ട് വളഞ്ഞേ. ആ കൈയൊക്കെ ഒന്ന് വലിച്ചു കൊടുഞ്ഞേ, രണ്ട് കൈയും ശക്തമായിട്ട് വലിച്ചു കൊടുഞ്ഞേ. ആ തിരിച്ചേ, നട്ടല് തിരിച്ചേ. ആ കുഞ്ഞേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങ സിന്ധു സമാനം സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ. ഇതാണ് കർത്താവിൻ്റെ പ്രവൃത്തി. കർത്താവിൻ്റെ ഒക്കെ നിസ്സാരം കേട്ടോ. എന്ത് പറയുന്നു? സന്തോഷം. ദൈവത്തിന് നന്ദി, ദൈവത്തിന് മഹത്വം. തിരിച്ച് നന്നായിട്ട് തിരിച്ച്. ആ കൈ രണ്ട് സൈഡിലേക്ക് വലിച്ചു കുളഞ്ഞ്. ആ ആ മറ്റേ കെട്ടൊന്ന് കറക്കിക്കേ. ഒന്ന് കുനിഞ്ഞ് കാണിച്ച്, കുനിഞ്ഞേ. ഓക്കെ അല്ലേ? ഓക്കെ ആയി. എനിക്ക് പുറകോട്ട് തിരിയത്തില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല. ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന കഴുത്താണ് കേട്ടോ അല്ലേ? 1 മാസം ബെഡ് റെസ്റ്റ്, അത് കഴിയുമ്പോൾ ഓപ്പറേഷനാണ് പറഞ്ഞത്. 1 മാസം ബെഡ് റെസ്റ്റ്, അത് കഴിഞ്ഞ് ഓപ്പറേഷൻ. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് വിടത്തില്ലായിരുന്നു. അപ്പോൾ ധന്യ സിസ്റ്റർ പറഞ്ഞു നമുക്ക് ധ്യാനം കൂടാം. അപ്പോൾ എൻ്റെ സുപ്പീരിയർ പറഞ്ഞ് സിസ്റ്ററിൻ്റെ ഇതുപോലെ ഡിസിഷൻ പോലെ ഞാൻ പറഞ്ഞു എനിക്ക് ധ്യാനത്തിന് പോകണം, എനിക്ക് വിശുദ്ധവാര സൗഖ്യം ലഭിക്കും, അത് തമ്പുരാൻ്റെ ഇഷ്ടം, എനിക്ക് വിശുദ്ധവാരത്തിൽ ഒരു ധ്യാനം കൂടിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വിശ്വസിച്ച് ഇവിടെ വന്നപ്പോഴേ തന്നെ എനിക്ക് വിശ്വാസമായി തമ്പുരാൻ എന്നെ രക്ഷിക്കുമെന്നുള്ള ആ ഉറച്ച വിശ്വാസത്തോടെ ദൈവത്തിന് നന്ദി, ഒത്തിരി നന്ദി. കരമുയർത്തിയടിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്താം. ആമേൻ. യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ.